നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയ ആയമ്പാറയിൽ തനിച്ചു താമസിക്കുന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയ നിലയിൽ ചെക്കിപ്പള്ളത്തെ സുബൈദയെയാണ് കൈകാലുകൾ ബന്ധിച്ച് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേന്ദ്ര സർക്കാർ പദ്ധതികളെയെല്ലാം സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. കാസർഗോഡ് BJP ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ചു ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് തന്ത്രമാണ് നരേന്ദ്രമോദി സർക്കാർ പിന്തുടരുന്നതെന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഐസക് തോമസ്. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്തരിച്ച പ്രമുഖ മുസ്ലിം ലീഗ് നേതാക്കളുടെ ഓർമ്മ പുതുക്കി ലീഗ് ജില്ലാ കമ്മിറ്റി. മുനിസിപ്പൽ വനിതാ ഭവൻ ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി അബൂബക്കർ വാപ്പച്ചിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇന്നോസ് 2018 വിദ്യാഭ്യാസ പ്രദർശന മേളയുമായി കോളിയടുക്കം അപ്സര പബ്ലിക് സ്കൂൾ. മേളയുടെ ഔപചാരിക ഉദ്ഘാടനം 22-ന് ജില്ലാ കളക്ടർ K. ജീവൻ ബാബു നിർവഹിക്കും. വിശദമായ വാർത്തകളിലേക്ക്. പെരിയ ആയമ്പാറയിൽ തനിച്ചു താമസിക്കുന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയ നിലയിൽ ചെക്കിപ്പള്ളത്തെ സുബൈദയാണ് കൊല്ലപ്പെട്ടത്. കൈകാലുകൾ ബന്ധിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്വർണവും പണവും നഷ്ടപ്പെട്ടതായി സംശയം ഉയർന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കൊലപാതക വിവരം പുറം ലോകം അറിഞ്ഞത്. വിവരമറിഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ബേക്കൽ പോലീസും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സ്ഥിരമായി തൊട്ടടുത്ത വീട്ടിൽ പോകാറുള്ള സുബൈദയെ ഉച്ചയായിട്ടും പുറത്തു കാണാത്തതിനെ തുടർന്ന് അയൽപ്പക്കത്തെ വീട്ടുകാർ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് സുബൈദയെ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. രാത്രി ഇന്നാണ് രാവിലെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഈ ഫോൺ എടുക്കാത്തതുകൊണ്ട് ഇന്ന് രാവിലെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഒരു 10 മണിക്ക് ശേഷം. അങ്ങനെ അവരകത്ത് കയറിയിട്ട് വന്നിട്ട് പറഞ്ഞ് പിന്നെ സംഭവിച്ചിട്ടുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ എന്തോ സംഭവിച്ചെന്നില്ലായി. അപ്പോൾ പിന്നെ കാണാൻ പറ്റില്ല, എനിക്ക് കാണാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ പിന്നെ ഇവർ പോയിട്ട് പറഞ്ഞ് വേണ്ട, ഇപ്പോൾ ആരും അകത്ത് കയറണ്ട എന്ന് പറഞ്ഞെങ്കിൽ തെളിവുകൾ നഷ്ടപ്പെടുന്ന രീതിയിലായിക്കൂടാ. അപ്പോൾ പിന്നെ ഇവിടെ കയറിയവർ പറഞ്ഞ് കൈകാലെല്ലാം വായെല്ലാം കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തെന്നുള്ളത് അറിയില്ല, അപ്പോൾ ഞങ്ങളത് കണ്ടിട്ടുമില്ല. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടുത്തിടെ നടന്ന സമാനമായ രണ്ടാമത്തെ കൊലപാതകമാണിത്. 1 വർഷം മുമ്പ് തൊട്ടടുത്ത പെരിയ പനയാൽ കാട്ടിയെടുക്കത്തെ ദേവകി എന്ന 65-കാരി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരുന്നു. ഈ കേസിൽ ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനു പിന്നാലെ 1 മാസം മുമ്പ് ചീമേനി പുലിയന്നൂരിൽ റിട്ടയർഡ് അധ്യാപിക ജാനകിയും നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടിരുന്നു. ഈ കേസിലും ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഏതാനും ദിവസം മുമ്പ് രാവണേശ്വരം വേലാശ്വരത്ത് റിട്ടയർഡ് അധ്യാപികയായ ജാനകിയെ കഴുത്തിന് കേബിൾ വയർ മുറുക്കി ബോധം കെടുത്തി പണവും സ്വർണവും കവർച്ച ചെയ്തിരുന്നു. ഈ കേസിലും ഇതുവരെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജില്ലയിൽ 1 വർഷത്തിനിടെ കൊല ചെയ്യപ്പെടുന്ന 3ാമത്തെ സ്ത്രീയാണ് സുബൈദ. ഇതോടെ തനിച്ചു താമസിക്കുന്ന സ്ത്രീകൾ ആശങ്കയിലാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് GST ഏർപ്പെടുത്താൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തയ്യാറാകുമ്പോൾ കേരളം മാത്രം എതിർക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ പദ്ധതികളെയെല്ലാം സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. കാസർഗോഡ് BJP ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായിട്ടുള്ള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ പിണറായി വിജയനാണ് എന്ന് നിസ്സംശയം ഇന്ന് എല്ലാവർക്കും പറയാൻ കഴിയും. തൊടുന്നതെല്ലാം പരാജയം, എവിടെയെല്ലാം കൈവച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പരാജയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഗവൺമെന്റിന്റെ വിശ്വാസ്യത പാടെ തകർന്നു. ജനവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റ്. ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം പോലും പാലിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ജനങ്ങൾക്ക് അതിയായ ദുരിതം നൽകിക്കൊണ്ടിരിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടിന് അവർ കേന്ദ്രത്തെയാണ് കുറ്റം പറയുന്നത്. എന്നാൽ കേന്ദ്രം കരിഞ്ഞ് സഹായിച്ചില്ലായിരുന്നെങ്കിൽ 6 മാസം മുമ്പ് ട്രഷറി പൂട്ടി പോവായിരുന്നു. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ ട്രഷറിയിൽ ആകെ നടക്കുന്നത് അതുമാത്രമാണ്. ഒരു ഗവൺമെന്റ് ആകെ ചെയ്യുന്ന ഒരു സാമ്പത്തിക വിനിമയം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കുക എന്നുള്ളതാണ്. ഭാരതത്തെ സാമ്രാജ്യത്വ രാജ്യമെന്ന് പറയുകയും ചൈനയ്ക്ക് അനുകൂല പ്രസ്താവന നടത്തുന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ത്യൻ പൗരത്വം വേണ്ടെന്ന് വെക്കാൻ തയ്യാറാവണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായക്, സംസ്ഥാന സെക്രട്ടറി VK സജീവൻ, ഉത്തരമേഖലാ സംഘടനാ സെക്രട്ടറി സുരേഷ്, ദേശീയ സമിതി അംഗം M. സഞ്ജീവ ഷെട്ടി, ജില്ലാ ജനറൽ സെക്രട്ടറി A. വേലായുധൻ എന്നിവർ സംസാരിച്ചു.
ജനങ്ങളെ നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ചു ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് തന്ത്രമാണ് നരേന്ദ്രമോദി സർക്കാർ പിന്തുടരുന്നതെന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഐസക് തോമസ്. പാസ്പോർട്ടിന് നിറവ്യത്യാസം നൽകി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനത്തിനെതിരെ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ 14 ജില്ലകളിലും പ്രതിഷേധ ധർണ തുടരുമെന്നും സമ്പന്നരായ പ്രവാസികളെ മാത്രം ഉൾപ്പെടുത്തി ലോക കേരള സഭ പ്രഖ്യാപിച്ച് പിണറായി വിജയൻ തിരിച്ചുവന്ന പ്രവാസികളെയും പാവപ്പെട്ട പ്രവാസികളെയും പാടെ ഒഴിവാക്കിയതിലൂടെ കുത്തകൾക്കായി മാത്രം നിലകൊള്ളുന്നവരായി കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകൾ മാറിയതായും ഐസക് തോമസ് ആരോപിച്ചു. പ്രവാസികളെ വളരെ അവഗണിക്കുകയാണ്. നമ്മൾ 2001 നമുക്ക് പെൻഷൻ ഒട്ടും അധികാരമില്ല, അർഹതയില്ല എന്ന് പറഞ്ഞ സർക്കാർ ഇന്ന് ചെറിയ പെൻഷൻ കൊടുത്തു തുടങ്ങി. അത് നമ്മുടെ പോരാട്ടം കൊണ്ടാണ്. നമുക്ക് ഞാനെപ്പോഴും പറയുന്നത് പോലെ എക്സ് പ്രവാസികൾക്ക് എക്സ് സർവീസ്മെന് കൊടുക്കുന്ന അതേ പരിഗണന കൊടുക്കണം എന്നാണ് നമ്മുടെ അത്യന്തമുള്ള ആവശ്യം. അതിനുവേണ്ടി പ്രവാസികൾക്ക് ഫ്രീ മെഡിക്കൽ എയ്ഡ്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം, അവർക്ക് മറ്റുള്ള എല്ലാ സർവീസിനും കൊടുക്കുന്ന ജോലി സംവരണം, തിരിച്ചു വരുന്നവർക്കുള്ള സർവീസിനോട് കൊടുക്കുന്ന ജോലി സംവരണം, ഇതെല്ലാം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ അവസാനത്തെ. ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഒരു തുടക്കം മാത്രമാണെന്നും ഈ വർണ്ണവിവേചനം പിൻവലിച്ചില്ലെങ്കിൽ പാസ്പോർട്ട് ഓഫീസ് ഉപരോധം പോലുള്ള ശക്തമായ സമരവുമായി പ്രവാസി കോൺഗ്രസ് തെരുവിലിറങ്ങുമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മരാജൻ ഐങ്ങോത്ത് മുന്നറിയിപ്പ് നൽകി. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് പാർലമെന്ററി പ്രസിഡന്റ് സാജിദ് മൗവൽ, സംസ്ഥാന സെക്രട്ടറിമാരായ ഹനീഫ, ജമീല അഹമ്മദ്, MP M ഷാഫി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. അന്തരിച്ച പ്രമുഖ ലീഗ് നേതാക്കളുടെ ഓർമ്മ പുതുക്കി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി. സയ്യിദ് അബ്ദുൾ റഹ്മാൻ വാപ്പച്ചിത്തങ്ങൾ, ഹമീദ് അലി ഷംനാട്, KS അബ്ദുള്ള എന്നിവർക്കായി കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവൻ ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി അബൂബക്കർ വാപ്പച്ചിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുസ്ലിം ലീഗിന്റെ സംഘടന നല്ല ഐക്യത്തോടു കൂടി വളരണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതിന് നമ്മളെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആദ്യം സ്വന്തം കാര്യം നോക്കുക. സ്വന്തം വീട്ടിലെ രക്ഷിതാക്കന്മാരെ കുട്ടികളെ കാര്യങ്ങൾ നോക്കിയിട്ട് അടുത്ത് നോക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ മാത്രം ഭക്ഷണമായി നമ്മളെ കാര്യം നമുക്കൊന്നും അതിൽ കുറവുണ്ടായിട്ടില്ല. അപ്പം എല്ലാ കാര്യങ്ങളും പാപ്പം നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും മക്കളെ കാര്യങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ കൂടുതൽ കൊടുത്തിട്ട് മക്കളുണ്ടെങ്കിലും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും ഉണ്ടായില്ല. അത്രയും വളരെ നല്ല രീതിയിൽ അദ്ദേഹം നമ്മളോട് കാര്യം ചെയ്ത് ഒരു ദേഷ്യം പോലെ നമ്മുടെ മക്കളോട് ഒരു അടി പോലെ നമുക്ക് കിട്ടിയില്ല. കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവൻ ഹാളിൽ നടന്ന പ്രമുഖ ലീഗ് നേതാക്കളുടെ അനുസ്മരണ യോഗത്തിൽ MC ഖമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചെർക്കലം അബ്ദുള്ള, CT അഹമ്മദ് അലി, MLA മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുറസാഖ്, കല്ലട്ര മാഹിൻ ഹാജി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. കേരളത്തിലെ പകർച്ചവ്യാധികളുടെ തോത് കുറയ്ക്കാനും അവ തടയാനുള്ള നടപടികൾ സ്വീകരിക്കാനും സർക്കാർ വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നതായി ഭാരവാഹികൾ. ആരോഗ്യം 2018 എന്ന പേരിൽ ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും സംയുക്തമായാണ് കർമ്മപരിപാടികൾ നടത്താൻ തീരുമാനിച്ചതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പകർച്ചവ്യാധികളെക്കുറിച്ച് കഴിഞ്ഞ 5 വർഷത്തെ സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് ഉയർന്ന തോതിലുള്ള രോഗാവസ്ഥയും മരണങ്ങളും സംഭവിച്ചതായും ഇത്തരം സംഭവങ്ങൾ വരാതിരിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ സർക്കാർ നടത്തുന്നതിന്റെ ഭാഗമായി ആരോഗ്യ ജാഗ്രത 2018 എന്ന പേരിൽ വിപുലമായ കർമ്മപരിപാടി നടത്താൻ ലക്ഷ്യമിടുന്നതായും സംഘാടകർ അറിയിച്ചു. ഇപ്പോൾ തന്നെ നമ്മൾ ജനുവരിയിൽ ഒരു 16ഓളം കേസുകൾ നമ്മൾക്ക് ഡെങ്കുപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു സൂചനയല്ല. ഈ ഒരു ഡ്രൈ സീസണിലും കൂടി ഈ ജനുവരി തുടങ്ങിയതിന് ശേഷം 16ഓളം പ്രത്യേകിച്ച് മലയോര മേഖലകൾ പനത്തടി പോലുള്ള ആ ഏരിയയിലൊക്കെ ഇപ്പോഴും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മെച്ചപ്പെട്ട അപ്പോൾ അതിലെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, അതായത് റവന്യൂ, വാട്ടർ അതോറിറ്റി, സാമൂഹ്യനീതി, ഭക്ഷ്യസുരക്ഷ, പട്ടികവർഗ വികസനം, റെയിൽവേ, വിദ്യാഭ്യാസം, കൃഷി, പബ്ലിക് റിലേഷൻസ്, ആഭ്യന്തര എല്ലാ വകുപ്പുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം വിചാരിച്ചാൽ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിനൊക്കെ നല്ലൊരു പ്രവർത്തനം, അത് സമയബന്ധിതമായി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണമെന്നൊരു ഗൈഡ് ലൈൻ നമ്മൾ ഉണ്ട്. അതുപോലെ ഡിസ്ട്രിക്ട് ലെവലിൽ 21-നാണ് നമ്മൾ ഹൗസ് ടു ഹൗസ് വിസിറ്റ് നടത്തിയിട്ട് ഈ ബോധവൽക്കരണം നടത്തുന്നത്. പകർച്ചവ്യാധികളെ തടയുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഞായറാഴ്ച അതിൻ്റെ തുടക്കമാണ്. തൃക്കരിപ്പൂരാണ് അത് തുടങ്ങുന്നത്.
വാർത്താസമ്മേളനത്തിൽ ADM N ദേവിദാസ്, EV ചന്ദ്രമോഹൻ, V സുരേഷൻ, PS സുജ, SV അരുൺലാൽ എന്നിവർ സംബന്ധിച്ചു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ ക്രിയാത്മക ശേഷി വളർത്തിയെടുക്കുവാനും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സക്രിയമാക്കുവാനും കോളിയടുക്കം അപ്സര പബ്ലിക് സ്കൂളിൽ ഇന്നോസ് 2018 വിദ്യാഭ്യാസ പ്രദർശനമേള ജനുവരി 22-23 തീയതികളിലായി സംഘടിപ്പിക്കും. മേളയുടെ ഔപചാരിക ഉദ്ഘാടനം 22-ന് സ്കൂൾ ചെയർമാൻ അബ്ദുള്ള M ഹനീഫിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർ K ജീവൻ ബാബു നിർവഹിക്കും. ചടങ്ങിൽ CPCRI സീനിയർ ശാസ്ത്രജ്ഞൻ K ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തും. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനമേളയിൽ ശാസ്ത്ര, സാങ്കേതിക, സാമൂഹിക, കരകൗശല മേഖലകളിലെ വസ്തുക്കളും പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളും പ്രദർശിപ്പിക്കുന്നതോടൊപ്പം പരിയാരം മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി വിഭാഗം, മഹാത്മാ മോഡൽ ബഡ്സ് സ്കൂൾ തുടങ്ങിയവരുടെ സ്റ്റാളുകളും എക്സ്പോയിൽ ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളത് സാധാരണ കേസിൽ സ്കൂളുകളിൽ ഇത് പ്രാവർത്തികമാക്കുന്ന സമയത്ത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും അതിൽ ഒരു മാക്സിമം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എക്സ്പോഷർ കൊടുക്കുക എന്നുള്ള രീതിയിൽ കുട്ടികൾ അവർ പഠിച്ച അവരുടെ സിലബസ് ഓറിയൻറ്റഡായ അവർ ക്ലാസ്സിൽ അവർ പഠിച്ച സയൻസ് കോൺസെപ്റ്റുകൾ, സോഷ്യൽ സ്റ്റഡീസിലുള്ള കോൺസെപ്റ്റുകൾ, മാത്തമാറ്റിക്സിലുള്ള കോൺസെപ്റ്റുകൾ, അതേപോലെ ലാംഗ്വേജസ് ആൻഡ് IT ഇതിലുള്ള അവരുടെ കോൺസെപ്റ്റുകൾ അവർ ക്രിയേറ്റ് ചെയ്യുകയും അത് പാരൻസിൻ്റെയും പബ്ലിക്കിൻ്റെയും മുമ്പിൽ അവർ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അറ്റ് ഇറ്റ്സ് മാക്സിമം നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് മാത്രമല്ല, അവർക്ക് അവർ പഠിക്കുന്നത് എങ്ങനെയാണ് അവരുടെ ഡെയിലി ലൈഫിലും അവരുടെ പ്രാക്ടിക്കൽ ലൈഫിലും യൂസ് ചെയ്യുക എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു സിസ്റ്റമാണ്. വാർത്താസമ്മേളനത്തിൽ PTA പ്രസിഡന്റ് MA ഹാരിസ്, V അൻവർ അലി, അഡ്വക്കേറ്റ് VPA സിദ്ദിഖ്, വിൻസി സോണി, Y രാജൻ എന്നിവർ സംബന്ധിച്ചു. ചെറുവത്തൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PP മുസ്തഫയെ ആദരിച്ചു. 25 വർഷമായി പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതിനാണ് ആദരം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവത്തൂർ യൂണിറ്റ് പ്രസിഡന്റായി 25 വർഷം പൂർത്തിയാക്കിയ PP മുസ്തഫയെയാണ് ആദരിച്ചത്. ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PP മുസ്തഫയ്ക്കുള്ള ഉപഹാര സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. പക്ഷേ നിങ്ങൾ സമയമൊന്നും നഷ്ടപ്പെടുത്താതെ കുടുംബങ്ങളും നിങ്ങൾ അംഗങ്ങളും ചേർന്ന് നടത്തുന്ന വിവിധ കലാപരിപാടികൾ ഞാൻ ഇവിടെ എത്തിച്ചേരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മനോഹരമായ നൃത്തങ്ങളായിരുന്നു. പഴയ കാലത്തെ പുനസ്മരിപ്പിക്കുന്ന ചടങ്ങുകൾ അതുങ്ങളെല്ലാം ആസ്വദിച്ചു കഴിഞ്ഞു. ഇനിയും കലാപരിപാടികളുണ്ട് എന്നുള്ളത്. ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മാരിയൽ കൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് അധ്യക്ഷനായി. T ശശിധരൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് കുടുംബ സംഗമവും വിവിധ കലാപരിപാടികളും നടന്നു. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ രക്ഷാകർത്താക്കൾക്കും പരിശീലനം. കുട്ടികൾക്ക് പഠന വൈകാരിക പിന്തുണ നൽകാൻ രക്ഷിതാക്കളെയും സമൂഹത്തെയും പ്രാപ്തരാക്കൽ ലക്ഷ്യം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമാണ് രക്ഷാകർതൃ പരിശീലനം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനും സക്രിയമായ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി സ്കൂൾ തല രക്ഷാകർതൃ വിദ്യാഭ്യാസ പരിപാടികൾക്ക് നീലേശ്വരം നഗരസഭയിൽ തുടക്കമായി. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും രക്ഷിതാക്കൾക്കുള്ള പരിശീലന പരിപാടി ചാത്തമത്ത് AUP സ്കൂളിൽ നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്ന ആൾക്കാർ അധ്യാപകരോടൊപ്പം തന്നെ രക്ഷാകർത്താക്കൾക്കാണ്. കുട്ടികളെ സ്കൂളിൽ എത്ര മണിക്കൂറാണ് ചെലവഴിക്കുന്നത്? രാവിലെ 9:30 മുതൽ പരമാവധി 4:30 വരെ. 3, 6, 7 മണിക്കൂർ. ബാക്കി 17 മണിക്കൂർ കുട്ടികൾ ചെലവഴിക്കുന്നത് എവിടെയാണ്? നമ്മുടെ വീട്ടിലാണ്. ശനി ഞായർ ദിവസങ്ങളിലാണ് ചെലവഴിക്കുന്നത് സ്വന്തം വീട്ടിലാണ്. മറ്റവധി ദിവസങ്ങൾ ഏപ്രിൽ മെയ് മാസം, അതുപോലെ തന്നെ ക്രിസ്മസ് അവധി, അതുപോലെ തന്നെ റംസാൻ അവധി, ഓണം അവധി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP മുഹമ്മദ് റാഫി അധ്യക്ഷനായി. ഹോസ്റ്റൽ KEO PV ജയരാജൻ ആമുഖഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ MV വനജ, KV സുധാകരൻ, TV ശാന്ത, PV ഭാസ്കരൻ, K പവിത്രൻ, സൗദാമിനി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക പ്രേമ ബിന്ദു ടീച്ചർ സ്വാഗതവും സുമോദ് മാസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി. രൂപേഷ് മാസ്റ്റർ ക്ലാസ് എടുത്തു. തൈക്കടപ്പുറം അഴിത്തല ആലിങ്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരപ്പൊങ്കാല സമർപ്പണം. വ്രതശുദ്ധിയോടെ പൊങ്കാലയിടാനെത്തിയത് നിരവധി ഭക്തജനങ്ങൾ. ദേവി സ്വീകരിക്കുന്ന പൊങ്കാല നാടിന്റെയും ജനങ്ങളുടെയും ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമാണെന്നാണ് വിശ്വാസം.
ബഹുമാനപ്പെട്ട ചൊവ്വാഴ്ച അമ്മയുടെ ഏറ്റവും വലിയ ശക്തിയും പ്രധാനവും ഉൾക്കൊള്ളുന്നതാണ്. ഇതിൻ്റെ പ്രസാദം സ്വീകരിച്ചാൽ ഒരുപാട് ഗുണങ്ങളും ഐശ്വര്യവും സമ്പദ്സിദ്ധി ഐശ്വര്യങ്ങളുണ്ടാകും, സന്താന സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് മറ്റുള്ള ജനങ്ങൾക്ക് ഇത് പുറത്തേക്ക് അറിയാനുള്ള സാധ്യതയില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 3-4 വർഷത്തോളമായി നമ്മൾ ഈ പൊങ്കാല എല്ലാ ജനങ്ങളിലും എത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാവിധ വിദേശികളെ എല്ലാവിധ അനുഗ്രഹങ്ങളും കാര്യങ്ങളുണ്ടാകുന്നു. റോട്ടറി ക്ലബ്ബ് മുള്ളേരിയ കാവേരി ഓഡിറ്റോറിയം കർമ്മന്തൊടിയുടെ സഹകരണത്തോടെ നിർധനരായ 5 കുടുംബാംഗങ്ങളുടെ സമൂഹ വിവാഹം മാംഗല്യം 2018 മെയ് മാസം അവസാന വാരത്തിൽ കാവേരി ഓഡിറ്റോറിയത്തിൽ നടക്കും. പദ്ധതിയുടെ നടത്തിപ്പിനായി പുതിയ കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തതായി സംഘാടകർ അറിയിച്ചു. നിർധനരും പഠനത്തിൽ മിടുക്കരുമായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, രോഗികൾക്ക് ചികിത്സാ സഹായം എന്നിങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ് മുള്ളേരിയ റോട്ടറി ക്ലബ്ബ്. ക്ലബിന്റെ പുതിയ പദ്ധതിയായ മാംഗല്യം 2018 കാവേരി ഓഡിറ്റോറിയം കർമ്മംതൊടിയുടെ സഹകരണത്തോടെ നിർധനരായ 5 കുടുംബാംഗങ്ങളുടെ സമൂഹ വിവാഹം മെയ് മാസം അവസാന വാരത്തിൽ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ രവീന്ദ്രൻ കാനക്കോട്, ഗോപാൽ കരിമ്പ് വളപ്പ്, MV അനിൽകുമാർ, സതീഷ് കുമാർ, പ്രസാദ് കെ എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ ആയമ്പാറയിൽ തനിച്ചു താമസിക്കുന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയ നിലയിൽ ചെക്കിപ്പള്ളത്തെ സുബൈദയെയാണ് കൈകാലുകൾ ബന്ധിച്ച് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേന്ദ്ര സർക്കാർ പദ്ധതികളെയെല്ലാം സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. കാസർഗോഡ് BJP ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ചു ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് തന്ത്രമാണ് നരേന്ദ്രമോദി സർക്കാർ പിന്തുടരുന്നതെന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഐസക് തോമസ്. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്തരിച്ച പ്രമുഖ മുസ്ലിം ലീഗ് നേതാക്കളുടെ ഓർമ്മ പുതുക്കി ലീഗ് ജില്ലാ കമ്മിറ്റി. മുനിസിപ്പൽ വനിതാ ഭവൻ ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി അബൂബക്കർ വാപ്പച്ചിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇന്നോസ് 2018 വിദ്യാഭ്യാസ പ്രദർശന മേളയുമായി കോളിയടുക്കം അപ്സര പബ്ലിക് സ്കൂൾ. മേളയുടെ ഔപചാരിക ഉദ്ഘാടനം 22-ന് ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു നിർവഹിക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.